ശ്രീ സംഷാദ് മരിക്കാൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ സംഷാദ്, ഇപ്പോൾ വയനാടിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പരമാവധി സേനാ വിഭാഗങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. NDRF-ഉം ഫയർഫോഴ്സും പോലീസും എല്ലാം അവിടേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ രണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക ദൗത്യ സംഘങ്ങൾ എത്തുന്നുണ്ട്. ഇനി വയനാടിന് ഈ ദുരന്ത മേഖലയിൽ ആവശ്യമുള്ള കാര്യം എന്താണ്? നമുക്ക് നാളെ ഈ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഗൂഗിൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയ ആളുകൾക്ക് മാത്രമേ മുണ്ടക്കൈ എടുക്കാൻ പറ്റുകയുള്ളൂ. അത്രയും സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കതിനപ്പുറം തന്നെ ഇതേ സമയത്ത് തന്നെ വയനാട്ടിൽ ഏകദേശം നമ്മൾ 46 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ മുണ്ടക്കൈയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിലും മറ്റെല്ലാ പ്രദേശത്തും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. തൊണ്ടർനാട് നമുക്കൊരു 1.5 വയസ്സുള്ളൊരു കുട്ടിയെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് മണ്ണിടിഞ്ഞിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വയനാടിൻ്റെ ചില മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ വയനാടിൻ്റെ ക്യാമ്പുകൾക്ക് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകും. സ്വാഭാവികമായി സഹായങ്ങൾ ആവശ്യമുണ്ട്. നമ്മളൊരു ഏകോപനം എന്നുള്ള രീതിയിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളതിനെ എല്ലാ ആളുകൾക്കും കിട്ടത്തക്ക രീതിയിലുള്ളൊരു ക്രമീകരണമാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തേക്ക് തന്നെ വരും, മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ വെള്ളം കയറുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വയനാട്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണം ഇന്ന് രാത്രിയോടുകൂടി നമ്മൾ ചെയ്താൽ നമുക്കത് ആ രീതിയിൽ തന്നെ വയനാട്ടിൽ ആവശ്യമുള്ള ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, ഫുഡ് കൊണ്ടുവരുന്ന ആളുകളുണ്ട്, വെള്ളം, അങ്ങനെ എല്ലാവരും പണ്ട് വയനാടിനെ സഹായിച്ചവരാണ്. പുത്തുമല പ്രളയം ഉണ്ടായിരുന്ന കാലത്ത് അതുപോലെ ഉള്ള സഹായങ്ങൾ തന്നെയാണ് വയനാടിന് ആവശ്യം. പക്ഷെ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഒരു നമ്പർ കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് അവരുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളാർമല സ്കൂൾ ഞാൻ പറയാൻ പോയി. എൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഇറങ്ങി വന്ന സ്കൂളാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഈ മുണ്ടക്കൈയിലും ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അതിലെത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളതാണ് സ്കൂളുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ വലിയ പ്രയാസമാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ ആ ചോദ്യം നമ്മളോടും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂൾ കാണുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ അടുത്ത് എത്തും. അവർ എവിടെയെങ്കിലും സേഫായി നിൽക്കണം. അവർക്ക് അവരുടെ ആളുകൾ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവർ സേഫായി നിൽക്കാൻ പറയും. നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ അടുത്തേക്ക് എത്താം. സംഷാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വെള്ളാർമൽ സ്കൂളിലെ അധ്യാപകരുമായി നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ആദ്യം അതാണ്. ആ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. നമുക്കറിയാം, വയനാട് പോലുള്ള പ്രദേശത്ത് അങ്ങനെ തന്നെയാണ്. പ്രാദേശികമായ സ്കൂളുകളിൽ പഠിക്കുന്നത് പ്രാദേശികരായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിൽ 10-22 പേരെക്കുറിച്ചൊരു വിവരവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യപ്പെടുകയാണ് അവിടുത്തെ അധ്യാപകരെല്ലാവരും തന്നെ. അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്ന, എപ്പോഴെങ്കിലും അവരേതെങ്കിലും ഒരു സമയത്തൊന്ന് വിളിച്ച് ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറയുമെന്ന പ്രതീക്ഷയിലൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പ്രധാന അധ്യാപകൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചതെന്നൊരു കുട്ടിയുടെ പിതാവ് നമ്മുടെ റിപ്പോർട്ടറോട് പറയുന്നുണ്ടായിരുന്നു. ഷെയ്ദ് കോഴിക്കോട് വെച്ച് വിവരങ്ങൾ തേടുന്ന സമയത്ത് അധ്യാപകനെ വിളിച്ചു. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും അവനവൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റി, അവന് പരിചയമുള്ളവരെ പറ്റിയൊക്കെ ആലോചിച്ച് ആകുലപ്പെട്ട് കഴിയുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇത്.